ചെയർപേഴ്സൺ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സഹ കൗൺസിലർമാരായിട്ടുള്ള ഈ വൈബോർഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു മുൻകാല രൂപമായിട്ടുള്ള ഒരു ടോട്ടൽ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മാനവരത്തിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു. അതിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞു സാർ അടക്കമുള്ള ആളുകൾ എൻ്റെ മെന്റേഴ്സായി സംസാരിക്കുന്ന ഈ ഇവിടെയുള്ള വേദിയിലുള്ള സമദ് സാഹിബ് അടക്കമുള്ള യൂനിസ് സാർ അടക്കമുള്ള ബഷീർ സാറൊക്കെ ഇവിടെ എവിടെയുണ്ട്. ഇവരൊക്കെ എൻ്റെ മെന്റേഴ്സാണ്. അവരൊക്കെ ഒരു നാളിൽ എൻ്റെ ജീവിത വഴിയിൽ വിളക്കുമാടങ്ങളായിട്ടുള്ള ആളുകളാണ്. അന്ന് ആ പ്രോഗ്രാമിൽ ഞാൻ 2007 ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അന്നൊരു പ്രോഗ്രാം. അത്രയും വിഷണറിയോടുകൂടി, അത്രയും കാഴ്ചപ്പാടോടുകൂടി, അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നൽകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ്, അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എന്നുള്ളതിൽ അഭിമാനപൂർവ്വം പറയാം. അപ്പോൾ ഈ ടോട്ടൽ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിൻ്റെ പുതിയ വെർഷനായിട്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്ലാനുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു സംരംഭം നമ്മുടെ നാടിന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ ഒരുപാട് കോണ്ടൻസ് ഉണ്ട്. ആ കോണ്ടൻസ് അങ്ങനെ തന്നെ പഠിപ്പിക്കുകയല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു ചെയ്യാനുള്ള സമയം അധ്യാപകർക്കും സ്കൂൾ സിസ്റ്റത്തിനകത്തും ഇല്ലാത്തൊരു സാഹചര്യമാണ്. കുട്ടികൾക്ക് പലതായിട്ടുള്ള കഴിവുകൾ, അവരുടെ പലതായിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രായത്തിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് സ്കൂൾ സിസ്റ്റത്തിനകത്ത്. എസ്പെഷ്യലി ഞാനൊരു ടീച്ചറും കൂടിയാണ്. അപ്പം എനിക്കറിയാം സമയത്തിൻ്റെ പരിമിതി, പോർഷൻസ് തീർക്കണം, ഇങ്ങനെ നൂറുകൂട്ടം ചിന്തകൾക്കൊടുവിൽ എന്താ പറയുക, പോർഷൻസ് തീർക്കുക എന്നുള്ളതിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കുട്ടികളുടെ സ്കിൽ എന്ത്, ടേസ്റ്റ് എന്ത്, അവരുടെ പാഷൻ എന്ത് എന്നെല്ലാം മനസ്സിലാക്കി കൃത്യമായും അവരെ ഡെവലപ്പ് ചെയ്യിക്കാൻ ഇത്തരത്തിലുള്ള വേദികൾ തന്നെയാണ് അത് സാധ്യമാക്കുന്നത് എന്നത് യാതൊരു സംശയമില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ.